അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖനല്ലേ? ആ ജനൽ തുറക്കുന്ന കാഴ്ച നല്ല ഭംഗിയാണെന്ന് ഒരു കമന്റ് കണ്ടിട്ടുണ്ടേന്. അപ്പൊ പിന്നെ ആ കാഴ്ച ഒന്നും കൂടി ഒന്ന് ഉൾപ്പെടുത്തിയ അപ്പൊ നമുക്ക് രാവിലെ തന്നെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങാൻ വെക്കാം. ഇന്ന് പൂരിയും ഭാജിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മൾ കുക്കറിൽ ഇട്ടിട്ട് അടിച്ചല് ചെയ്യാം. ഞാനൊരു വെറൈറ്റിക്കും വേണ്ടിയിട്ട് അഗാരോന്റെ എഗ് ബോയിലർ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ നമുക്ക് ഈ പൊട്ടറ്റോ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. അപ്പൊ ഞാൻ സ്റ്റീം ചെയ്യാനുള്ള വെള്ളമൊക്കെ അളന്ന് വെച്ചിട്ട് നമ്മൾ എഗ് ബോയിലർ ഓൺ ആക്കി കൊടുക്കാൻ പോവാണ് കേട്ടോ. ഇനി അത് വെന്ത് വരുമോ എന്താന്നുള്ളത് നമുക്ക് നോക്കാം. അത് നോക്കിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ സമയം കൊണ്ട് നമുക്ക് ഇവിടെ പൂരിക്കില്ലേ മാവ് കുഴച്ചെടുക്കാം കേട്ടോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പൂരിയും ബാജിയാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ അക്ഷരം നോക്കി പറയണം. എന്താ വെച്ചാല് ഒരക്ഷരം വെച്ചാല് ആരെങ്കിലും വന്നിട്ട് കമന്റിൽ ഇങ്ങനെ പറയേ അല്ല വിചാരിച്ച് നിങ്ങൾ കമന്റ് ചെയ്താതൊന്നും നിൽക്കണ്ട. നല്ലതായാലും മോശമായാലും എന്തായാലും നിങ്ങൾക്ക് കമന്റ് ചെയ്യാട്ടോ. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എന്താവുണ്ട് ഇവിടെ എന്നുള്ളതൊന്ന് വന്ന് നോക്കിയതാണ്. അത് നമ്മൾ നോക്കിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെള്ളം കഴിയുമ്പോൾ താനേ ഓഫ് ആയിക്കോളും. ആ സമയം കൊണ്ട് നമുക്ക് പൂരിക്കുള്ള മാവൊക്കെ ഒന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കാം കേട്ടോ. നമ്മൾ കിച്ചണൊന്ന് മേക്ക് ഓവർ ചെയ്തതിന് ശേഷമുള്ള ഫസ്റ്റത്തെ വീഡിയോ ആണ്. മേക്ക് ഓവർ എന്ന് പറയാൻ മാത്രം ഓവറായിട്ടൊന്നുമില്ല. ആകെ ഒരു 3-4 സാധനങ്ങളെ വാങ്ങിയിട്ടുള്ളൂ. അപ്പോഴത്തേന് ഇതിന്റെ വെള്ളം കഴിഞ്ഞിട്ട് ഓഫ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊന്ന് ഞാൻ തിരിച്ചിട്ടിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കണ്ടേ. വെന്തിട്ടുണ്ടായിരുന്നില്ല, ചെറുതായിട്ടൊരു വേവ് കമ്മി ഉണ്ടായിനി. അപ്പൊ ഞാനൊന്നും കൂടി അത് മറ്റേ സൈഡും കൂടി ഒന്ന് ആവി കയറിയാണ് വെന്ത് വരട്ടെ വെച്ചിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഒന്നും കൂടി ഓണാക്കി കൊടുത്തിക്കണം കേട്ടോ. പിന്നെ ഞാനിവിടെ തുടക്കൽ കഴിഞ്ഞിട്ട് ഒഴിവാക്കണ മൈക്രോ ഫൈബറിന്റെ ക്ലോത്ത് ഇല്ലേ, ഈ മൈക്രോ ഫൈബറിന്റെ ക്ലോത്ത് ഒരു 3-4 മാസമൊക്കെ കഴിയുമ്പോൾ നമ്മൾ പിന്നെ ഇങ്ങനെ അതിങ്ങനെ അലക്കി അതിങ്ങനെ ഒരു ഇത് ആയി വരുമ്പോൾ പിന്നെ നമ്മൾ തുടച്ച് എടുക്കാൻ കഴിയാത്ത പോലത്തൊക്കെ ആയി വരും, വെള്ളം പോരാത്ത രീതിയിൽ. അങ്ങനെ ഒഴിവാക്കുമ്പോഴും ഞാനതങ്ങനെ അവിടെ നിന്ന് തുടക്കൽ മാറ്റും എന്നുള്ളൂ. അത് ഞാൻ അങ്ങനെ ഒഴിവാക്കി കളയലില്ല കേട്ടോ. അത് അങ്ങനത്തെ കഷ്ണങ്ങളാണ് പിന്നീട് ഞാൻ കഴിക്കല കഷ്ണമായിട്ടും പിന്നെ എന്തിനെങ്കിലൊക്കെ ഉപയോഗിക്കലുണ്ട്. അത് വെറുതെ അങ്ങനെ കളയലൊന്നുമില്ല കേട്ടോ. അത് ആവശ്യം നടക്കുമല്ലോ, ഉപയോഗം നടക്കുകയ്ക്ക് പിന്നെ ഞാനത് വീണ്ടും എന്തെങ്കിലുമൊക്കെ ആയിട്ട് റീയൂസ് ചെയ്യലുണ്ട് കേട്ടോ. അപ്പം നമ്മൾ പൂരിയൊക്കെ ഒന്ന് വരട്ടിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൊരിച്ചെടുത്തു കേട്ടോ. അപ്പോൾ തന്നെ നമ്മളെ പ്രകൃതിയൊക്കെ വീണ്ടും നമ്മളെ മരയൊക്കെ മൂടി തുടങ്ങിയിരിക്കണേ. അപ്പം നമ്മൾ പൊട്ടറ്റോ ഞാൻ പറഞ്ഞില്ലേ തിരിച്ചും കൂടി വെച്ചപ്പോൾ തന്നെ വെന്തിൽ വന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ. പിന്നെ എൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഞാനൊന്ന് സ്മാഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടുപ്പത്താണ് ചെയ്യണത്. നമ്മൾ പൂരി പൊരിച്ച ചട്ടി തന്നെ അതിൻ്റെ ഓയിലൊന്ന് മാറ്റിയിട്ട് അതിൽ തന്നെ കടുകിട്ടിട്ട് വേഗം ഉണ്ടാക്കിയെടുക്കാം വിചാരിച്ചിട്ടോ. ഞാൻ ഒരാൾ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് ചട്ടി ചൂടായി കിട്ടാൻ കുറേ ടൈം എടുക്കുമോ എന്നുള്ളത്. അപ്പം അതിൽ വേറെ ഒരാൾ തന്നെ കമൻറ്റ് മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇല്ല അത് തോന്നുകയാണ് പെട്ടെന്ന് തന്നെ ചൂടായി കിട്ടും, ചൂടായി കിട്ടിയാൽ വേഗം പരിപാടി കഴിയുമെന്നുള്ളത്. ഈ ഇൻഡസ്വാലിൻ്റെ ചട്ടികൾ കുറച്ച് കട്ടിയാണല്ലോ. അപ്പം അതുകൊണ്ടാണ് കേട്ടോ ആളങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ. അത് എനിക്കുണ്ടായിനി ഉപയോഗിക്കാതെ നിന്നതിന് ആ ഒരു സമയത്ത് കേട്ടോ. ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ അടിപൊളിയാണ്, എളുപ്പം പരിപാടികൾ തീർക്കാൻ പറ്റും. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ടേനി. അപ്പം തന്നെ ഞാൻ വേഗം ചായ കുടിച്ചിട്ടുണ്ടേനി കേട്ടോ. ജനക്കുട്ടനെ പറ്റിയിട്ടേനു ഇതിന് മുന്നിട്ട് വീഡിയോയിലൊക്കെ ചോദിച്ചിട്ടുണ്ടേനി. അത് ജനിക്കുട്ടന് ഇത് ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ട് ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ. 2-3 ദിവസം ആള് ഭയങ്കര കച്ചറയിനി. അത് കഴിഞ്ഞപ്പോ ആള് ആണ് ഓക്കെ ആയിട്ടുണ്ടേനെ. ആകെ മേത്തു കൂടെ ഒക്കെ പൊന്തിന്ന് മാത്രല്ല വായിന്റെ ഉള്ളിൽ വരെ പൊന്തിയിട്ടുണ്ടേനെ, ചുണ്ടിന്റെ അടിയിലും ആയിട്ട് പൊന്തിയിട്ടുണ്ടേനെ. 2 ദിവസം മൊത്തം കലാമിൻ ലോഷനിൽ കുളിപ്പിച്ചലും പിന്നെ ഇതേപോലെ തന്നെ കുപ്പിയിലാക്കിയിട്ടാണ് കേട്ടോ എല്ലാം കൊടുക്കല്. ചോറും കഞ്ഞിയും ഒക്കെ അടിച്ചിട്ട് ഇനി കൊടുത്തിട്ടുണ്ടേനി. ഇത് ഒന്നും തിന്നാനും വായ തുറക്കണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അതേപോലെ ജ്യൂസ് കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ കുപ്പിയിലാക്കിയിട്ട് അതാകുമ്പോൾ സ്ട്രോങ് ഇട്ട് അണ്ണാക്ക് കഴിച്ചിട്ട് വലിച്ചു കുടിച്ചാലോ അത് വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ ഇനി കൊടുത്തീനത്. ഇപ്പോൾ ആള് ഓക്കെ ആയി വന്നിക്കണം കേട്ടോ. ഇന്ന് ഞായറാഴ്ച ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ അത്. അന്ന് കുഞ്ഞുട്ടി ബീഫ് കൊണ്ടുവന്നിട്ടുണ്ടേനി. ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു ഇന്ന് കുറേ ദിവസമായില്ലേ ബീഫ് ബിരിയാണി വെച്ചിട്ട് നാളെ ബീഫ് ബിരിയാണി ഉണ്ടാക്കില്ലേ എന്ന് പറഞ്ഞിനി. ആള് ബീഫ് ബിരിയാണി ഭയങ്കര ഇഷ്ടമുള്ള ആളാണല്ലോ. അപ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടേനി കേട്ടോ. അങ്ങനെ ഇന്ന് ഉച്ചക്ക് ഉണ്ടാക്കണില്ല, കാരണം ഇന്ന് വിരുന്നുകാർ വരുന്നുണ്ട്. അപ്പോൾ ഒരു വൈകുന്നേരത്തിനാണ് വരുന്നത്. എന്നാൽ ഞാൻ വിചാരിച്ചു അപ്പോൾ ഓൽക്ക് വിരുന്നുകാരെ പരിഗണിച്ച് ഞാൻ വൈകുന്നേരത്തിനാക്കിയേ. ഉച്ചയ്ക്ക് ഞാൻ തലേ ദിവസത്തെ കറി കുറച്ച് ബാക്കിണ്ടേനു. പിന്നെ ഉരുളക്കിഴങ്ങ് ഉപ്പേരിയും അതേപോലെ തന്നെ ഒരു വറ്റലല്ല തൈര് മുളക് പൊരിച്ചതൊക്കെ കൂട്ടിയിട്ടാണ് ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടേനി കേട്ടോ. പിന്നെ ഞാൻ ഉച്ച കഴിഞ്ഞൊരു 3-3:30 ആയപ്പോഴാണ് കിച്ചണിൽ കയറിയിരിക്കുന്നത്. നമ്മൾ ഇറച്ചി ഞാൻ കഴുകി വൃത്തിയാക്കിയാണ്ട് ഫ്രിഡ്ജിക്ക് വെച്ചിക്കേനി കേട്ടോ.
അപ്പോൾ ഫ്രഷ് ആയിട്ട് അപ്പം ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ്. എന്നോട് ഒരാളെ കമന്റിൽ പറഞ്ഞിട്ടുണ്ടേനു, ഈ കുക്കറിൽ ഇങ്ങനെ കുത്തി നിറച്ച് വെക്കരുത് സാധനങ്ങൾ, അത് നല്ലതല്ല എന്ന് പറഞ്ഞിട്ടുണ്ടേനു. സോറി, ഇന്നൊരു ദിവസം കൂടി ഞാനിങ്ങനെ വെക്കുള്ളൂ. എനിക്ക് മറ്റേ കുക്കർ ഒന്നായിട്ട് ഇങ്ങനെ ആകെ ചീറ്റി ഇങ്ങനെ പോകും കേട്ടോ. ഒരു തുള്ളി വെള്ളമാണെങ്കിൽ അങ്ങനെ ചീറ്റി പോകും. അപ്പം അത് വിചാരിച്ചിട്ട് ഇതാകുമ്പോൾ നല്ല അടിപൊളിയാണ്. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ വെച്ചത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സവോള കട്ട് ചെയ്യുന്നു. അപ്പോൾ അതാ ചെറുതായിട്ട് മഴ പെയ്യുന്നു. മഴ മാത്രമല്ല, ചെറുതായിട്ട് വെയിലും ഉണ്ട്. മഴയും വെയിലും അല്ലേ, കുഞ്ഞു കുറുക്കൻ്റെ കല്യാണം എവിടെയോ നടക്കുന്നുണ്ട്. പണ്ട് നമ്മളതൊക്കെ സത്യമാണെന്ന് വിചാരിച്ചിരുന്നുല്ലേ. പക്ഷെ ഇപ്പോഴും നമുക്ക് വെയിലും മഴയും വന്നാൽ ആ ഒരു ഡയലോഗാണ് എനിക്ക് വേഗം ഓർമ്മ വരിക കേട്ടോ. അങ്ങനെ ഞാൻ സവോള വഴറ്റിയെടുക്കുകയാണ് കേട്ടോ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പം ഞാനൊരു 4-4:30 ആയപ്പോഴത്തേന് വേഗം കിച്ചണിൽ കയറിയിരിക്കണേ. ഇതാ ചായ കുടിച്ചതും ഒക്കെ ആയിട്ടുള്ള പാത്രങ്ങളും നിരന്നിക്കണം കേട്ടോ. അപ്പം സവോള വഴറ്റിക്കൊണ്ട് നിൽക്കണതിൻ്റെ ഇടയിൽ കൂടെ പാത്രം കേൾക്കലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു തലവടിയും അവിടെയും ഒക്കെ ആയിട്ട് ഞാനിങ്ങനെ ഓടി നടന്ന് പണിയെടുക്കണം കേട്ടോ. അതെന്താ വെച്ചാൽ വിരുന്നുകാർ വരുമ്പോൾ തന്നെ വേഗം പണികൾ ഒരുക്കാന്ന് വിചാരിച്ചിട്ടാണ്. വിരുന്നാർ അറിയാൻ കുടിയിന്ന് ഇനിയും ആങ്ങളെയും നാത്തൂനും ഒക്കെയാണ് കേട്ടോ, ഓലൊക്കെയാണ് വരുന്നത്. അപ്പോൾ കുഞ്ഞിപ്പെണ്ണിനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓല് വരുമ്പോൾ തന്നെ വേഗം ഒരുവിധം പണികളൊക്കെ ഒരുക്കണത് കേട്ടോ. അപ്പം എന്നാൽ കുറച്ച് നേരം ഓളെ കളിപ്പിച്ച് അങ്ങനെ ഇരിക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ വരുന്നവർക്കും നമുക്ക് പണി കൊടുക്കണ്ട, നമ്മൾ വേഗം ഈ പണികളങ്ങനെ ഒരുക്കി വെച്ചാൽ. ഇടയ്ക്ക് കൈയ്യകിയിട്ട് വന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ ഓരോന്ന് ഇട്ട് കൊടുക്കണേ, ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്തേക്കലും കാര്യങ്ങളും അതും ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ മസാലയൊക്കെ റെഡിയാക്കിക്കണേ. ബിരിയാണീൻ്റെ റെസിപ്പി പിന്നെ ഞാൻ പ്രത്യേകിച്ച് കാണിച്ചു തരുന്നു വേണ്ടല്ലോ, ഇടയ്ക്ക് കാണിച്ചു തരുന്നത് അതേപോലെ തന്നെ കേട്ടോ. പിന്നെ ചോറ് വറ്റിച്ച് വെച്ച് കണ്ട് അങ്ങനെ ഉണ്ടാക്കി എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. ഊറ്റി എടുത്തിട്ട് 2 മണിയൊന്നും എടുക്കണില്ല, വേഗം വറ്റിച്ച് വെച്ചിട്ട് വേഗം ഇങ്ങോട്ട് ദമ്മിടാന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അതവിടെ വറ്റിച്ച് വെച്ചപ്പോൾ വറ്റി ആയി വരുമ്പോൾ തന്നെ അഗാരോൻ്റെ ബിരിയാണി പോട്ടിലാണ് കേട്ടോ ഞാൻ ദമ്മിടാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. ആ ഒരു പോട്ടും ഈ ഒരു പോട്ടുമാണ് എൻ്റെ ബിരിയാണി വെക്കണ പാത്രങ്ങൾ കേട്ടോ. വേറെ വലിയ ചമ്പട്ടിയൊക്കെ ഉണ്ട്, അതൊന്നും ഞാൻ എടുക്കലില്ല. ഇത് ഞങ്ങൾക്ക് 2 നേരത്തിനൊക്കെ ഉണ്ടാക്കാൻ പാകത്തിനാണ് കേട്ടോ. അപ്പോൾ ആ ഒരു രീതിക്കാണ് ഇത് വരുന്നത്. ഇന്ന് സനിക്കുട്ടന് നല്ല ഉഷാറായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ആളെ ഇതൊക്കെ വയ്യായികൊക്കെ മാറിയിരിക്കണേ. കുടിയെന്ന് പോലെ 2-3 ദിവസമായി ഞങ്ങൾ വരട്ടെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ വരണ്ട പറഞ്ഞതിന് ഞാൻ, കാരണം സെനിക്കുട്ടനൊന്ന് ശരിക്കും മാറിക്കോട്ടെ, അതിന് മുന്നേ വന്നുകാണ്ട് ഇനി കുട്ടികൾക്കൊക്കെ പകരുമോ എന്നൊക്കെ ഒരു പേടി ഉണ്ടായിന് എനിക്ക്. അതുകൊണ്ട് ഞാൻ വരണ്ട പറഞ്ഞതേനി കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഏകദേശമൊക്കെ ഓൻ്റെതൊക്കെ മാറിയിട്ടുണ്ട്. മേത്തത്തൊക്കെ ഇങ്ങനെ മാറി മാറി പോകുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അടുത്ത് ദമ്മിടൽ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ എപ്പോൾ ദമ്മിടുമ്പോഴും ഈ പാല് മഞ്ഞപ്പൊടിയിൽ കലക്കിയിട്ടുള്ള വെള്ളം അത് ചേർത്ത് കൊടുക്കലുണ്ട് കേട്ടോ. ആ ഒരു ചോറിന് പ്രത്യേക ഫ്ലേവർ ആയിക്കാരം. അങ്ങനെ ദമ്മിടലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഓല് വന്നിട്ടുണ്ടായിരുന്നത്. ഓല് വന്ന സമയത്ത് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായില്ല. കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ ഞാൻ ഓർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിലും ആള് മനുഷ്യരും കൂടിയാൽ വീഡിയോ എടുക്കുന്ന കാര്യം ഞാൻ അങ്ങനെ മറക്കും. കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ അങ്ങനെ വെച്ചപ്പോ വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഫോൺ പിടിച്ച് വലിച്ചാൽ നോക്കണം കേട്ടോളെ. ആരെ കണ്ടേ? കുഞ്ഞിപ്പെണ്ണിനെ കണ്ടിട്ടോ? പണിയില്ല, മീൻ പിടിച്ചാൻ പോയിക്കണ്ടോ? അത് മേത്തോട്ടോ. ഓല് വന്നതും ചായ കുടിച്ചതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായില്ല കേട്ടോ. ഓല് മരുവിന് ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ രാത്രിക്ക് ചോറയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഓല് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്, കുറച്ച് സമയം വർത്താനം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ബിരിയാണി ദമ്മിട്ട് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ഈ ചോറ് വേവിച്ച പാത്രമല്ലേ, അത് അതേപോലെ അവിടെ മാറ്റിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. കേക്ക് എടുത്ത് വെച്ചിട്ടൊന്നുണ്ടായില്ല. അതിൽ തന്നെ നമ്മൾ ചോറും കൂടെ മാറ്റി കൊടുക്കാമല്ലോ. അപ്പം അങ്ങനെ വിചാരിച്ചിട്ട് എനിക്ക് ഈ ബിരിയാണി ഉണ്ടാക്കണ അന്ന് തിന്നണേക്കാട്ടിലും ഇഷ്ടം പിറ്റേ ദിവസം അത് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അത് ചൂടാക്കി കഴിക്കൂലേ, അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ ഈ മീൻകറിയൊക്കെ ഉണ്ടാക്കിച്ചിട്ട് പിറ്റേന്ന് മീൻകറി കൂട്ടുമ്പോഴാണ് ടേസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഫീല്. ഇത് പച്ചി, ഇത് അശ്ലു, ഇത് കാക്കുന് പിന്നെ കാണിച്ചു. കുഞ്ഞിപ്പെണ്ണൊക്കെ ഒന്ന് ഉറങ്ങി നീച്ചിട്ടുണ്ടോ. അപ്പൊ പോയി കണ്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇതൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായില്ല, എഡിറ്റ് ചെയ്തപ്പോഴാണ് അതൊക്കെ കണ്ടത്. ഇത് എന്റെ ആന്റി, ഇത് എന്റെ അമ്മമ്മ, നമ്മുടെ അച്ചാറ്.
അച്ചാറ് കടയിൽ നിന്ന് വാങ്ങിയതേനു കേട്ടോ. അത് കുറച്ചും കൂടി ഒന്ന് സുർക്കൊക്കെ വെച്ചൊന്ന് വിപുലീകരിച്ച് ഒന്ന് റെഡിയാക്കിയതേനു. പിന്നെ തൈരും ഉണ്ടാക്കിയിട്ടുണ്ടേനു. അതൊക്കെ ഞാൻ അതിൻ്റെ അടുത്ത് വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടുണ്ടേനു കേട്ടോ. എല്ലാവരും കൂടെ കഴിച്ചപ്പോൾ ഇങ്ങനെ ഒരു ക്ലിപ്പാണ് കേട്ടോ ഞാൻ പിന്നെ വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ടേനിയത്. ഞാൻ കഴിച്ച സമയത്തൊന്നും ഞാനത് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സമയം ഒരു 9-9:30 ആയപ്പോഴാണ് ഓല് പോയിട്ടുണ്ടായിരുന്നത്. ജനിക്കുട്ടന് അതിലോട്ടം വന്നപ്പോൾ പിന്നെ 4 ആളേനി കേട്ടോ. ഇവിടെ ഓല് രണ്ടാളും ഭയങ്കര ഒച്ചയും ബഹളം ഒക്കെ ഉണ്ടാക്കിയിട്ട് ഓൻ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഓൻ ആകെ സാഡായി പോയി. അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് അയൽവക്കത്തേക്ക് ഒന്ന് പോകേണ്ട ആവശ്യം വന്നിട്ടുണ്ടെങ്കിലും അവിടെ ചെന്നപ്പോഴാണ് നീലക്കുറിഞ്ഞി കണ്ടത് കേട്ടോ. ഈ സാധനം ഞാൻ ആദ്യമായിട്ട് കാണണം കേട്ടോ. ഞാൻ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ നേരിട്ട് കണ്ടിട്ടില്ല. ഇവൾക്ക് അവിടെ നിന്ന് കിട്ടിയതാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ. വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും. ബൈ ബൈ.